ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പല ആളുകളോടും ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച്, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഉത്സാഹത്തോടെ ചിലപ്പോൾ ഫാമിലി മൊത്തം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതുപോലെ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീകളെ ഒഴിവാക്കിയിട്ട്, അതായത് പുരുഷന്മാർ മാത്രമാണ് കൂടുതലും ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ ചില സ്ത്രീകൾ, അവർക്ക് സ്വന്തമായി ഏണിങ്സ് ഉള്ളവർ അല്ലെങ്കിൽ ജോലിയുള്ളവർ, വല്ല ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവർ, അങ്ങനെയുള്ളവർ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലെ ഹോം മേക്കറായ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ എന്തുകൊണ്ട് ഇൻഷുർ ചെയ്യുന്നില്ല? പല ആളുകളും ചോദിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് എന്തിനാ ഇൻഷുറൻസ്? അവര് വീട്ടില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ അല്ലെ? ആ ഒരു വീടിനെ കൊണ്ടു നടക്കുന്നത് അവരാണ്. ഇൻ കേസ് അവരില്ലാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം, അല്ലെങ്കിൽ ഒരു അത്യാഹിതം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം, ഒരു അസുഖം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ മൊത്തം താളം തെറ്റാറില്ലേ? അപ്പൊ അവരെ ഇൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? ഓരോ സ്ത്രീകളെയും അവർക്ക് ജോലിയുണ്ടോ ഏണിങ്സ് ഉണ്ടോ ഒന്നും നോക്കാതെ അവരെ ഇൻഷുർ ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം തന്നെയാണ്. കാരണം ഒരു വീടിനെ കൊണ്ടു നടക്കുന്നത്, ഇപ്പൊ പുരുഷന്മാര് ജോലിക്ക് പോകുന്നുണ്ടാവും, ഏണിങ്സ് കൊണ്ടുവരുന്നുണ്ടാവുമെങ്കിലും സ്ത്രീകൾ ആ കുടുംബത്തിനെ ഒരു കുടുംബമായിട്ട് കൊണ്ടുപോകുന്നത് അവരുടെ എനർജി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. ആ ഒരു കഠിനാധ്വാനത്തിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, വാല്യൂ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ പേരിൽ ഇൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സ്ത്രീ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നു, കുട്ടികളെ നോക്കുന്നു, കുടുംബം നോക്കുന്നു, ബന്ധുക്കളെ നോക്കുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ അവരെ പരിപാലിക്കുന്നു, ഈ വീട്ടിലെ കാര്യങ്ങളും പാചകം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അപകടം വന്നു, അവർ കുറച്ച് നാൾ കിടപ്പിലാവുന്ന ഒരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ താളം മുഴുവൻ തെറ്റി. നമ്മൾ അവരെ നോക്കാൻ ഒരാളെ വെക്കണമെങ്കിലും അപ്പോഴും നമുക്ക് അതിന് എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ കുടുംബത്തിലെ മറ്റു കുട്ടികളുടെ കാര്യങ്ങളെല്ലാം താളം തെറ്റിപ്പോവാറില്ലേ? അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുക്കണം. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസും വേണം. കാരണം അവരുടെ അഭാവത്തിൽ അവരുടെ ആ വാല്യൂ നിലനിർത്തണമെങ്കിൽ അവിടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായേ തീരും. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഡെത്ത് ബെനിഫിറ്റ് മാത്രമല്ല. അത് പണ്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്ത ഒരു എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മരിച്ചാൽ കിട്ടുന്നതല്ല ലൈഫ് ഇൻഷുറൻസ്, മരിച്ചാലും കിട്ടുന്നതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ബെനിഫിറ്റ് എന്നാണ്. ഡെത്ത് ബെനിഫിറ്റ് മാത്രമല്ല ലൈഫ് ഇൻഷുറൻസ്. തുടക്കകാലങ്ങളിൽ, അതായത് വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ ഒരു 70-78 വർഷങ്ങൾക്ക് മുന്നേ ഇൻഷുറൻസ് എന്ന കൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത് വന്ന സമയത്ത് അതൊരു ടേം ഇൻഷുറൻസ് ആയിരുന്നു. കാരണം ഡെത്ത് ബെനിഫിറ്റ് മാത്രമായിരുന്നു. പക്ഷെ കാലങ്ങൾ പോകുന്തോറും കാലങ്ങളിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പല സ്കീമുകളും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫിനെ ഇൻഷുർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഇൻകം പ്രൊട്ടക്ഷനും ഒരു സേവിങ്സും ഒക്കെയാണ്. അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ എടുക്കാം, സേവിങ്സ് എന്ന രീതിയിൽ എടുക്കാം, ഇൻകം പ്രൊട്ടക്ഷൻ എന്നെടുക്കാം, ഫാമിലി പ്രൊട്ടക്ഷൻ ആയിട്ട് എടുക്കാം, ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം, ആക്സിഡന്റൽ ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം, ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ലൈഫ് ഇൻഷുറൻസിനെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലെ സ്ത്രീകൾ അവര് കാണുമ്പോൾ അവർക്ക് പ്രത്യക്ഷത്തിൽ അവര് ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ, പക്ഷെ ആ കുടുംബം നോക്കുന്നത്, ജോലിക്ക് പോകുന്നതിനേക്കാൾ വളരെയധികം കഠിനാധ്വാനമുള്ള ഒരു കാര്യമാണ് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ അവരെ ഹാർഡ് വർക്കിങ്ങിന് വളരെയധികം വാല്യൂ ഉണ്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ അവർക്ക് വാല്യൂ കൊടുക്കുക, അതിനുള്ള ഒരു സമ്മാനം എന്ന രീതിയിൽ അവരുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. അത് അവർക്ക് ഒരു പെൻഷൻ എന്ന രീതിയിൽ പിന്നീട് അവരെ വാർദ്ധക്യത്തിൽ അവർക്ക് അതൊരു സഹായമാവും. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലും അതൊരു വരും തലമുറയ്ക്ക് അതൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അസറ്റ് എന്ന രീതിയിലാകാം. ഇനി അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റൽ ഇത് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിനുള്ള ഡിസേബിലിറ്റി ബെനിഫിറ്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതുപോലും അതിനകത്ത് നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളുടെ കുടുംബത്തിലെ സ്ത്രീകളെ വേണ്ട വിധത്തിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, വാല്യൂ കൊടുക്കുക, അവരുടെ
കഠിനാധ്വാനത്തിന് ബഹുമാനിക്കുക, വാല്യൂ കൊടുക്കുക, അതിനൊരു പാരിതോഷികം എന്ന രീതിയിൽ, ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ അവരുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു 30-ാം തീയതിയോടുകൂടി ലൈഫ് ഇൻഷുറൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളില്ല, എല്ലാത്തരം ഇൻഷുറൻസിലും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ കിട്ടുന്ന വലിയ കാര്യമായിട്ടുള്ള റിട്ടേണുകൾ ഇനി വരുന്ന കാലങ്ങളിൽ കുറഞ്ഞ പ്രീമിയത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക. 30-ാം തീയതിക്ക് മുന്നേ തന്നെ എല്ലാവരും ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ എടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ റിന്യൂ ചെയ്യാനുള്ളവരാണ് അടുത്ത മാസം എന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഈ മാസം തന്നെ റിന്യൂ ചെയ്യുക. അങ്ങനെ കൂടുതൽ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ വലിയ ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.